അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് മൃത്യുഞ്ജയ ഹോമത്തിനുള്ള ദ്രവ്യങ്ങളാണ്. മൃത്യുഞ്ജയ ഹോമം 1 ചിറ്റമൃത് വള്ളി. നമ്മൾ ഈ പ്രദേശത്തൊക്കെ പ്രാദേശികമായിട്ട് വള്ളി ചിറ്റാമൃത് എന്ന് പറയും. നല്ല വടവൃക്ഷങ്ങളുടെ മുകളിലൊക്കെ ഉണ്ടാവും. 2 പേരാൽ മുട്ട്. 3 പറഞ്ഞു കഴിഞ്ഞാൽ കറുക. പാട്ട് കേട്ടിട്ടില്ലേ? കറുകപ്പുൽ വന്നു നമിക്കും നെറുകെ പൂതൊടുവാൻ. അപ്പം അത്. 4 കറുത്തുള്ള്. ഇത്യാദി പൂജാദ്രവ്യങ്ങൾ ഒക്കെ ചേർത്തിട്ടാണ് മഹാമൃത്യുഞ്ജയ ഹോമങ്ങൾ നടത്തുക. അപ്പോൾ അതൊക്കെ നമുക്ക് മഹാവിപത്തുകൾ തടയാൻ ഏറെക്കുറെ സഹായിക്കും എന്ന് തീർച്ചയാണ്. പിന്നെ വെറും നെയ്യ്, ശുദ്ധമായ പശുവിൻ നെയ്യ് ഉപയോഗിച്ചും ഹോമങ്ങൾ നടത്താറുണ്ട്, വേറൊരു മൂലകങ്ങളും ഇല്ലാതെ. അപ്പോൾ അറിയാലോ, നമ്മൾ ഇന്ന് സംസാരിച്ചത് മൃത്യുഞ്ജയ ഹോമത്തിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വീക്ഷിക്കുന്നവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാം. അപ്പോൾ ശരി.